പിന്നോക്ക വികസന കോർപ്പറേഷൻ പുന്നപ്ര തെക്ക് പഞ്ചായത്തിലെ കുടുംബശ്രീ യൂണിറ്റുകൾക്ക് വായ്പ വിതരണം ചെയ്തു. എച്ച് സലാം എം.എൽ.എ വായ്പ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. 291 അംഗങ്ങൾ ഉൾപ്പെട്ട 23 ഗ്രൂപ്പുകൾക്ക് 1,96,31,900 രൂപയാണ് വിതരണം ചെയ്തത്. എച്ച് സലാം എം.എൽ.എ വായ്പയുടെ വിതരണോദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ 4ാം ഘട്ട വായ്പയാണ് വിതരണം ചെയ്തത്. ഇതുൾപ്പെടെ 6,31,94,900 രൂപയാണ് പഞ്ചായത്തിലെ കുടുംബശ്രീകൾക്ക് ആകെ നൽകിയത്. പഞ്ചായത്ത് പ്രസിഡന്റ് പി.ജി. സൈറസ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഷീബ രാകേഷ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുധർമ്മ ഭുവനേന്ദ്രൻ, സ്ഥിരം സമിതി അധ്യക്ഷരായ സുലഭ ഷാജി, N.K. ബിജുമോൻ, പിന്നോക്ക വികസന കോർപ്പറേഷൻ മാനേജർ അലോഷ്യസ് എന്നിവർ പങ്കെടുത്തു. ഈ 4% 5% പലിശ കണക്ക് നമ്മളിപ്പോൾ സംസാരിക്കുമ്പോൾ പിന്നോക്ക വികസന കോർപ്പറേഷൻ വായ്പ തരുന്നതിന് മുമ്പുള്ള സമയത്തെ കാര്യം നമ്മൾ ആലോചിച്ച് നോക്കിയാൽ മതി. നമ്മൾ സാധാരണ നമ്മുടെ നാട്ടിലെ ബാങ്കിൽ നിന്ന് വായ്പ എടുത്ത പലിശയുടെ കണക്ക് ആലോചിച്ച് നോക്കിയാൽ മതി. അത് 9%, 11% വരെയും പലിശയ്ക്ക് വായ്പ എടുത്തിരുന്നതാണ് നമ്മൾ ബാങ്കിൽ ഇരുന്നത്. നമ്മുടെ നാട്ടിൽ തന്നെ കുടുംബശ്രീ യൂണിറ്റുകൾ എടുത്ത് വായ്പ ആ നിരക്കുള്ള പലിശയായിരുന്നു. അപ്പൊ നേരത്തെ നമ്മൾ എടുത്തതിനേക്കാളും ഏതാണ്ട് പകുതിയും താഴെയുമായി പലിശ നിരക്ക് കുറച്ചിട്ടാണ് നമുക്ക് പോയി വായ്പ ലഭിക്കുന്നത്. ആ ലഭിക്കുന്ന വായ്പ ഈ പറഞ്ഞ പോലെ വലിയ സംഖ്യയാണ്. ഇന്നിപ്പോ നൽകുന്ന 23 യൂണിറ്റുകളിൽ 14 ഗ്രൂപ്പിൽ നൽകുന്ന വായ്പ 10 ലക്ഷം രൂപയാണ്. 10 ലക്ഷം എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ സംഖ്യയല്ല. നമ്മൾ സാധാരണ ഇങ്ങനെ ഒരുമിച്ച് കാണുമോ ഈ ലക്ഷങ്ങൾ ഇങ്ങനെ നമ്മൾ വ്യക്തികളെന്നേക്ക് നമ്മൾ ഓരോരുത്തരെടുത്ത് നോക്കിക്കോ. നമ്മളായെങ്കിലും ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഞാൻ അല്ലെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റ് അല്ലെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും ഈ 10 ലക്ഷം രൂപയ്ക്ക് ഒരുമിച്ച് അതിന് കണ്ടിട്ടുണ്ടോ? വളരെ അപൂർവം എന്തെങ്കിലും പ്രത്യേകമായ സവിശേഷ ഒരു ഘട്ടം വല്ലതും വന്ന ഘട്ടനായി, അല്ലാതെ നമ്മൾ കണ്ടിട്ട് പോലില്ല. അപ്പൊ അങ്ങനെ നമ്മുടെ ലൈഫിൽ അങ്ങനെ കണ്ടിട്ടില്ലാത്ത ഒരു സംഖ്യ നിങ്ങൾ ആകെ ചെയ്തൊരു യൂണിറ്റിന് 10 ലക്ഷം, അത്രയും വലിയ സംഖ്യ വായ്പയായിട്ട് കിട്ടുക ഈ ചെറിയ പലിശ.